നഴ്സിംഗ് പഠിച്ചിട്ട് തീർച്ചയായിട്ടും നഴ്സായിട്ട് പോകാനായിട്ടുള്ള ആ ഒരു ഇൻറ്റൻഷൻ ആയിരിക്കും കൂടുതലുണ്ടാവുക. പക്ഷേ കുറേ നഴ്സുകളെ വാർത്തെടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് പുറം രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് സഹായമാകുന്ന രീതിയിൽ കോഴ്സുകൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ HOD ആവാനുള്ള ആ ഒരു ഇൻറ്റൻഷൻ എന്തായിരുന്നു? നഴ്സിംഗ് പഠിക്കുമ്പോഴും നമുക്കറിയാം, നഴ്സിംഗ് പഠിക്കാൻ ചൂസ് ചെയ്യുന്നതിന് മുമ്പും അത് കഴിഞ്ഞും എനിക്കറിയാം. ഇപ്പോൾ നമ്മളുടെ ഒരു കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിനാരിയോയിൽ നഴ്സസ് എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത്? ഞാൻ ഒരിക്കലും എൻ്റെ പ്രൊഫഷനെ ആളുകൾ മോശമായി കാണുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ബട്ട് സ്റ്റിൽ നമുക്കറിയാം നമ്മൾക്ക് കിട്ടുന്ന സാധ്യതകൾ വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ എനിക്ക് ഒരു പുറത്തേക്ക് പോയി രക്ഷപ്പെടും, ഓക്കെ, അത് എൻ്റെ ഒരു ഡ്രീം തന്നെയാണ്. ബട്ട് സ്റ്റിൽ എന്നെ കൊണ്ട് ഒരു കുറേ അധികം കുട്ടികളെ കൂടെ പുറത്തേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അവർക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കാണിച്ചു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത് ഒരു വലിയ അച്ചീവ്മെന്റ് ആയിട്ടാണ് എനിക്ക് നല്ലൊരു പോയിന്റാണ്. ശരിയാണ്. ഇതിൽ എത്രത്തോളം സ്റ്റാഫ് ഉണ്ടാവും? സ്റ്റാഫ് ഏകദേശം 25 സ്റ്റാഫ്. ഓക്കെ, 25 സ്റ്റാഫ് നമ്മുടെ കോട്ടയത്ത് തന്നെ രണ്ട് ഓഫീസിലും കൂടെ 25 സ്റ്റാഫ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരുടെ ആ ഒരു ഒത്തൊരുമയും അവരുടെ ആ ഒരു പ്രവർത്തനം കൂടി ആയിട്ടാണ് ഈ ഒരു സ്ഥാപനം ഇത്രയും സക്സസ് റേറ്റിലേക്ക് എത്തിയിരിക്കുന്നത്. കാരണം ടീച്ചേഴ്സാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക, ഒരു പില്ലർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അവരുടെ ആ ഒരു സർവീസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, അവരുടെ ഒരു മെൻറ്റാലിറ്റി, അവർ കുട്ടികൾക്ക് കൊടുക്കുന്ന ആ ഒരു ഗിവ് ആൻഡ് ടേക്ക്, ഇതെല്ലാം തന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. അപ്പോൾ അതെല്ലാം ഇത്ര ഭംഗിയായിട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് അറ്റ്മിയ ഇന്റർനാഷണൽ അക്കാദമി ഈ ഒരു സക്സസ് റേറ്റിൽ ഇപ്പോൾ നിൽക്കുന്നതും അവർ യൂണീക്കായിട്ട് വർത്തിക്കുന്നതും, അല്ലേ? അപ്പോൾ ഈ സ്റ്റാഫിനെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ എന്തെല്ലാം കാറ്റഗറി ക്രൈറ്റീരിയ ആണ് അവിടെ അവലംബിക്കുന്നത്? അപ്പോൾ ആക്ച്വലി ഇപ്പം എക്സാം പാസ്സായിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഞങ്ങൾ എടുക്കുള്ളൂ. B സ്കോർ അല്ലെ A ഗ്രേഡ് കിട്ടിയ ആൾക്കാരെ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഫാക്കൽറ്റി ആയിട്ട് എടുക്കാറുള്ളൂ. അവർക്ക് ഒരു 2 വീക്ക് ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കും. നമ്മുടെ ഒരു ക്രൈറ്റീരിയ അനുസരിച്ച് പോകുന്ന രീതിയിലാണ്. അതായത് ഇപ്പം ഏത് ഫാക്കൽറ്റി നമുക്കൊരു റൈറ്റിംഗ് പേപ്പർ വന്ന് അത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അത് ഒരേപോലെ ആയിരിക്കും. നമ്മുടെ ഫാക്കൽറ്റിയുടെ ഇപ്പോൾ 10 പേരുണ്ട്, 10 പേരുടെ അടുത്ത് പോയി നോക്കിയാൽ ഒരേ രീതിയിലുള്ള കറപ്ഷൻസ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് തീർച്ചയായിട്ടും സ്റ്റാഫിൻ്റെയും കുട്ടികൾക്കിടയിൽ ഉണ്ടാവും. ആ ഒരു നല്ലൊരു എൻവയോൺമെൻറ്റ് അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അതിലൂടെ സക്സസ് റേറ്റ് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. നല്ല ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് അവിടെ. സ്റ്റാഫ് സ്റ്റുഡൻസ് ഒന്നും ഇല്ല, എല്ലാവരും അഡ്മിയയിലൂടെ വന്നു കഴിഞ്ഞാൽ അഡ്മിയ ഫാമിലിയാണ്. അഡ്മിയ ഇന്റർനാഷണൽ അക്കാദമി ഇപ്പോൾ എത്ര കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്? നമ്മൾ 6 കോഴ്സസ് ആണ് മെയിനായിട്ട്. അതായത് OIT എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെഡിക്കൽ പ്രൊഫഷണൽസിന് വേണ്ടി മാത്രമായിട്ടാണ് മെയിൻലി അത് വരുന്നത്. എസ്പെഷ്യലി ഞങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നഴ്സിംഗ് ഫീൽഡിലുള്ളവർക്ക് OIT അസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ അത് ഡയറക്ടറും HOD ഒക്കെ നഴ്സിംഗ് സെക്ഷനിലായതുകൊണ്ടാണോ അങ്ങനത്തെ ഒരു കോൺസെൻട്രേഷൻ അതിലേക്ക് കൊടുക്കുന്നത്? ആദ്യം പറഞ്ഞല്ലോ, അതായത് ഇപ്പം നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ബിഗിൻ ചെയ്തത് നഴ്സസിന് വേണ്ടിയിട്ടാണ്. അപ്പം പ്രയോറിറ്റൈസ് ചെയ്യുമല്ല, ബട്ട് സ്റ്റിൽ നഴ്സസിന് OIT പ്രത്യേകിച്ചും മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കാണല്ലോ. പിന്നെ IELTS എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ഫീൽഡിലും, അതായത് ഇപ്പം ഡിഗ്രി കഴിഞ്ഞവരുണ്ട്, +2 കഴിഞ്ഞവരുണ്ട്. ഇപ്പോൾ സ്റ്റുഡൻ്റ് ആയിട്ട് പോകുന്നവരെ സംബന്ധിച്ച് IELTS അക്കാദമിക് എന്ന് പറഞ്ഞ് ഒരു ടൈപ്പ് ഓഫ് എക്സാമാണ് അവർ അറ്റൻഡ് ചെയ്യുക. അതുപോലെ ജോലിക്കായിട്ട് അല്ലെങ്കിൽ നമുക്ക് മറ്റ് സ്പെസിഫിക് വിസ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അതായത് ഇപ്പം നമ്മുടെ ഒരു റിലേറ്റീവ് അല്ലെങ്കിൽ സ്പൗസ് ഒക്കെ അവിടെ ഉള്ളവർക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വിസ അപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലാംഗ്വേജ് പ്രൊഫഷൻസി പ്രൂവ് ചെയ്യാനാണെങ്കിൽ IELTS എന്ന് തന്നെ ജനറൽ എക്സാംസ് ഉണ്ട്. ഈ കോഴ്സ് കൂടാതെ PTE, TOEFL ഇങ്ങനെ ഇത് രണ്ടും ബേസിക്കലി നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മാത്രം, അതായത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ, വിദേശ രാജ്യങ്ങളിൽ പഠിച്ച് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് സ്റ്റുഡൻസ് വിസ കിട്ടാൻ വേണ്ടിയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ് PTE ആൻഡ് TOEFL. അത് നമ്മൾ ഇപ്പോൾ റീസണായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളതാണ് ട്രെയിനിങ്ങുകൾ. അതുപോലെ നമുക്കുള്ളതാണ് ജർമ്മനും നമ്മൾ ഏറ്റവും കൂടുതൽ റിക്രൂട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് നഴ്സസിനെയാണെന്ന് തന്നെ ഞാൻ പറയും. പക്ഷേ ഇപ്പം നമ്മൾ 12th പാസ്സായ കുട്ടികൾക്ക് അവിടെ ജർമ്മനിൽ ചെന്നിട്ട് നഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസോടുകൂടി, കോളേജ് പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസോടുകൂടി സ്കോളർഷിപ്പോട് പഠിക്കാനായിട്ട് നമ്മൾ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ജർമ്മൻ്റെ 4 ലെവൽസാണ്, അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നത്. A1, A2, B1, B2 അങ്ങനെ 4 ലെവൽസാണ്. ഈ 4 ലെവൽസിനും സെപ്പറേറ്റ് ആയിട്ടുള്ള കോച്ചിങ്ങുകൾ അവിടെ അവൈലബിൾ ആണ്. ഇതിലിപ്പോൾ ഓരോരുത്തരുടെ പെർഫോമൻസ് അനുസരിച്ചിട്ടായിരിക്കും ചിലപ്പം ഓരോ കോഴ്സുകൾ ഇത്ര മാസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നത്. പക്ഷേ എന്നാലും നിങ്ങളുടെ ഒരു കാറ്റഗറി അനുസരിച്ചിട്ട് ഇന്നൊരു കോഴ്സിന് ഇത്രത്തോളം മാസം കാലാവധി അങ്ങനെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ IELTS പറയുകയാണെങ്കിൽ എത്ര മാസം അതിനൊരു ട്രെയിനിങ് ഒക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ട്? IELTS ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ലാംഗ്വേജ്, അവർക്ക് എത്രത്തോളം ഇതിനൊരു ഈ ഒരു ലാംഗ്വേജിനോട്, ഒരു പുതിയ ലാംഗ്വേജിനോട് എത്രത്തോളം താല്പര്യമുണ്ടെന്നുള്ളതൊക്കെ അറിഞ്ഞിട്ടാണ്. പിന്നെ നമ്മൾ പറയുന്ന ഒരു റെക്കമെൻഡഡ് ടൈം പീരീഡ് എന്ന് പറയുന്നത് ഒരു ബിഗിനറിനെ സംബന്ധിച്ച്, ആദ്യമായിട്ട് വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഈ ലാംഗ്വേജ് ലേൺ ചെയ്യാനും അതുപോലെ ലാംഗ്വേജിനേക്കാൾ കൂടുതലായിട്ട് ഈ ഓരോ കാര്യങ്ങൾ, അതായത് ഓരോ മൊഡ്യൂൾസിനെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളതും ട്രെയിൻ ചെയ്ത് വരണമെങ്കിൽ ഒരു 3 മന്താണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പീരീഡ്. അതുപോലെ നമുക്ക് റിപ്പീറ്റേഴ്സ് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ കപ്പാസിറ്റി അനുസരിച്ച്
നമ്മൾ കോഴ്സ് പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്, കോഴ്സ് പീരീഡ് ലിമിറ്റ് ചെയ്യാറുമുണ്ട്. അതായത് 3 മന്തിൽ താഴെ ചില കുട്ടികൾ 1.5 മന്ത്സിലൊക്കെ എക്സാം എഴുതി പോകാറുണ്ട്. അത് കപ്പാസിറ്റി ബേസ് ചെയ്തിട്ടാണ്. ഇപ്പം റഫ്ലി നമ്മൾ പറയുകയാണെങ്കിൽ എപ്പോഴും ഒരു 3 മന്ത് കോഴ്സ്, അതായത് ഇപ്പം IELTS നമുക്കറിയാം ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്യുന്ന IDP ആണ്, അവരുടെ തന്നെ ഒരു റെക്കമെൻഡഡ് കോഴ്സ് പീരീഡാണ് 3 മന്ത്സ് എന്ന് പറയുന്നത്. ബേസ് എന്ന് പറഞ്ഞാൽ 3 മന്ത്സ് ആയിരിക്കും എപ്പോഴും അല്ലേ? കൂടുതൽ എത്ര വേണമെങ്കിലും ആകാം, അത് അവരുടെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും. ബിഗിനേഴ്സ് ആയിട്ട് അഡ്മിയിൽ വരുന്ന കുട്ടികളെല്ലാവരും ഞങ്ങൾ വളരെ അഭിമാനത്തോടെ തന്നെ പറയുന്ന കാര്യമാണ്, ബിഗിനേഴ്സായിട്ട് ഞങ്ങളുടെ അഡ്മിയിൽ വരുന്ന എല്ലാ കുട്ടികളും 3 മന്ത് കോഴ്സസിലൂടെ തന്നെ അവരുടെ എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ആയി കയറി പോയിട്ടുണ്ട്. ഞങ്ങൾ വളരെ പ്രൗഡ്ലി പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വ്യക്തിപരമായിട്ടുള്ള അല്ലാത്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും കാരണങ്ങളും കൊണ്ടാണ് പലരും ജീവിതം പച്ചപിടിപ്പിക്കാൻ ചേർക്കുന്നത്. അപ്പം മാമിനെ സംബന്ധിച്ചിട്ടൊക്കെ എന്താണ് ഇവിടെ നിൽക്കാതെ അല്ലെങ്കിൽ പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്തായിരിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ പ്രൊഫഷന് ഇവിടത്തേക്കാളും എനിക്ക് ഗ്ലോറി ചെയ്യാൻ പറ്റുക എബ്രോഡാണ്. അതായത് ഇപ്പം നമ്മളുടെ വർക്കിംഗ് അവേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും വർക്കിംഗ് എൻവയോൺമെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും സാലറി റേഞ്ചസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അപ്പോൾ അതുകൊണ്ടും അതിനെല്ലാം എനിക്ക് തോന്നുന്നു എബ്രോഡ് കൺട്രീസ് ഓഫർ ചെയ്യുന്നത് ഒരുപാട് കൂടുതലാണ്. അതുപോലെ ഇപ്പോൾ എനിക്ക് എൻ്റെ ഫാമിലിയെ പോലും അങ്ങോട്ട് കൊണ്ടുപോകണം, അവർക്ക് എനിക്ക് അവിടെ ഇവിടുത്തെ ഒരു ലൈഫ് സിറ്റുവേഷനേക്കാൾ നല്ലൊരു ലൈഫ് അവിടെ കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം അത് തന്നെയാണ് തോന്നുന്നു എല്ലാ മോസ്റ്റ് ആളുകളെയും അങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നത്. അതെ അതെ. ഇപ്പോൾ നമ്മൾ അഡ്മിയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നമ്മൾ അഡ്മിയെ ഇപ്പം കോട്ടയത്ത് 2 ബ്രാഞ്ചസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇനി കൂടുതൽ ബ്രാഞ്ചസും ചിലപ്പോൾ താല്പര്യം ഉണ്ടാകും. എങ്കിലും പല വിദ്യാർത്ഥികൾക്കും ഒരുപാട് ദൂരം നിന്നൊക്കെ വന്ന് പഠിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഹോസ്റ്റൽ സൗകര്യമൊക്കെ കൊടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ട്. നമ്മൾ കാരിത്താസ് ഫസ്റ്റ് സെൻറ്റർ കാരിത്താസ് ആണ്. അവിടെ അടുത്ത് തന്നെ നടന്നു പോയി വരാവുന്ന ദൂരത്ത് തന്നെ നമ്മൾ ഹോസ്റ്റൽ സർവീസസ് അവൈലബിൾ ആക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ കോട്ടയത്തും നമുക്ക് ഹോസ്റ്റൽസ് ഉണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഒരുപാട് ഇതുപോലുള്ള അക്കാഡമീസ്, സെൻറ്റേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു യുണീക്കായിട്ടുള്ള എന്താണ് നമ്മുടെ അഡ്മിയ ഇൻ്റർനാഷണൽ അക്കാദമിക്ക് പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ ഏത് ലാംഗ്വേജ് ടെസ്റ്റ് ആണെങ്കിലും അവർ മെയിനായിട്ട് നോക്കുന്നത് ഇപ്പോൾ ഇപ്പം ആ ഒരു ലാംഗ്വേജിലെ ഗ്രാമാറ്റിക്കൽ നോളജോ അല്ലെങ്കിൽ അവരുടെ റിസോഴ്സസോ ഒന്നുമല്ല, അതിനേക്കാളും ആ ഒരു ലാംഗ്വേജിനെ ഉപയോഗിക്കാനുള്ളൊരു സ്കില്ലാണ്. അതായത് ലോജിക്കലി അതിനെ എങ്ങനെ പ്ലേസ് ചെയ്യാമെന്നാണ് ഈ എല്ലാ ലാംഗ്വേജ് ടെസ്റ്റുകളും പ്രൂവ് ചെയ്യാനായിട്ട് നോക്കുന്നത്. ഇപ്പം റീഡിങ്ങിൻ്റെ കേസ്, അതായത് പൊതുവേ IELTS ആണെങ്കിലും OET ആണ്, ഞാൻ മെയിനായിട്ട് അത് പറയുന്നത് വെച്ചാൽ അത് കുറച്ചും കൂടെ ഫെമിലിയർ ആണ് ആളുകൾക്ക്. അതുകൊണ്ടാണ് അപ്പം IELTS ആണെങ്കിലും OET ആണെങ്കിലും എല്ലാവരും പൊതുവേ റീഡിംഗ് ഒക്കെ ഭയങ്കര പാടായിട്ട് പറയുന്നൊരു കാര്യമാണ്. പക്ഷേ റീഡിംഗ് പാരഗ്രാഫിൽ ഈ നമ്മുടെ IDP തന്നെ, ഞാൻ പറഞ്ഞ IELTSൻ്റെ ഇന്ത്യയിലെ കോർഡിനേറ്റേഴ്സ് തന്നെ പറയുന്നൊരു കാര്യമാണ്, നമുക്ക് തന്നിരിക്കുന്ന ഈ മൊത്തം വോളിയം വായിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതല്ല അവർ ഉദ്ദേശിക്കുന്ന ഒരു ടാസ്ക് എന്ന് പറയുന്നത്. മറിച്ച് നമ്മൾ അതിൽ നിന്നും അവർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് നമ്മൾ അവിടെ നമ്മുടെ ലോജിക്കാണ് ഉപയോഗിക്കേണ്ടത്, നമ്മുടെ റീസണിങ് കപ്പാസിറ്റീസ് ആണ് ഉപയോഗിക്കേണ്ടത്. അതായത് പഠിപ്പിച്ച് തത്തമേ പൂച്ച പോലെ അങ്ങനെയുള്ള രീതിയിലല്ല, നമ്മളത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റണം. ആ ഒരു സംഭവമാണ് നമുക്കിവിടെ പ്രധാനം. അതാണ് നമ്മുടെ അഡ്മിയ ഇൻ്റർനാഷണൽ അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമ്മൾ മെയിനായിട്ട് 3 കാര്യങ്ങൾ, അതായത് ലാംഗ്വേജ്, ലോജിക് ആൻഡ് റീസൺ ആണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്.